ഞാനിവിടെ ഇരുന്നോട്ടെ? ഇരുന്നോളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെന്താ? ചോദിച്ചോളൂ. ഇപ്പോ ചിഞ്ചു ടോണിമോന് ചേർന്ന പെൺകുട്ടിയായോ? ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ? വിനീത് എവിടെ? ഹോം ഡെലിവറിക്ക് പോയി. ടോണിയൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ മാറിയത് ടോണിക്ക് വേണ്ടിയാ. ഞാനിനി ഒരു പുതിയ ആളായിരിക്കും. ഇപ്പൊ എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ടോ? അതങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ തോന്നേണ്ടതാണ്. നിന്നോടെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഇങ്ങനെ മാറിയതിൽ സന്തോഷമുണ്ട്. പഴയ ചിഞ്ചുവിന് വേണ്ട. നീ ഇങ്ങനെ മാറിയത് കണ്ടപ്പോൾ എൻ്റെ ഇഷ്ടം മാറിയിട്ടില്ലല്ലേ? ഒരു ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും പ്രണയം തോന്നില്ല. അങ്ങനെ തോന്നുന്നവരൊക്കെ മണ്ടന്മാരാ. ഞാനിപ്പോ വരാം. നേരെ വാ, വന്നേടാ. നീരജേ, നീരജേ. ചിഞ്ചു. ആ അതന്നെ, ചിഞ്ചു. അവക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. ഭംഗിയുടെ ആരും അവിടെ നിൽക്കട്ടെ, ഇപ്പം അതല്ല പ്രശ്നം. എന്താ പ്രശ്നം? ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വന്ന് നിന്നപ്പോ അല്ല, അവളുടെ പെരുമാറ്റം ആകെ മാറി. അവളോട് പഴയ പോലെ ദേഷ്യപ്പെടാനും ചീത്ത പറയാനൊന്നും തോന്നുന്നില്ല. ഓ, പക്ഷേ ഇപ്പോഴും അവൾക്ക് എന്നോട് സ്നേഹടാ. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ മുഖത്ത് നോക്കിയിട്ട് രണ്ട് ചീത്ത വിളിക്കാനും എനിക്ക് പറ്റുന്നില്ല. എന്താ ചെയ്യുക? പെരുമാറ്റം മാറിയ പഴയ ആളെ അല്ല, എന്നാലും ഇത്ര പെട്ടെന്ന് അവളിങ്ങനെ മാറിയെന്ന. ഇനി ഞാൻ എന്ത് പറഞ്ഞ അവൾ ഒഴിവാക്കും? അക്കാര്യം നീ വിട്ടേക്ക്, ഞാൻ ഏറ്റു. വിഷമിക്കണ്ടാ. താങ്ക്സ്. പക്ഷേ അവളെ വേദനിപ്പിക്കാതെ വേണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നീ കാര്യമായിട്ട് ശ്രമിക്കണം. താങ്ക്സ്. എക്സ്ക്യൂസ് മീ. ചിഞ്ചു. താങ്ക്സോ? ആ പവി, എനിക്ക് നന്നായി കൈ നോക്കാറിയാം. നീ ആ കൈ ഒന്ന് കാണിച്ചേ. കാണിക്ക്. ആനന്ദേട്ടനൊരു കാര്യം. പവി, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആരാണെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോളാന്ന് പറയേച്ചി. പിന്നല്ല, നമ്മളിവിടെ ഒരു സീരിയസ് കാര്യം പറയുമ്പോഴാണ് ഒരു ഫോൺ. എന്താലേ? ആ അത് പോട്ടെ. ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായി ഞാൻ എത്തിപ്പെട്ടത് പവിയുടെ മുമ്പില്. അയ്യോ, എങ്ങനെയുണ്ട്? ലാലേട്ടനെ പോലല്ലേ ഈ ആനന്ദേട്ടൻ? കഥ ഫ്ലാഷ് ബാക്കിലേക്ക്. സ്നേഹമുള്ളടുത്ത് ആത്മാർത്ഥതയും, ആത്മാർത്ഥതയുള്ളടുത്ത് വേദനയും, വേദനയുള്ളടുത്ത് ഞാനും, ഞാനുള്ളടുത്ത് നീയും വേണമെന്ന് ആലോചിക്കുന്നത് തെറ്റാ? പറ തെറ്റാ? I need a guy like you, yeah. ഇവന് നിന്നെ ഇഷ്ടമാടി? ഇവന് വട്ടാടി. നിന്നെ പോലൊരു പെൺകുട്ടീനെ എനിക്കിഷ്ടം. നല്ല ബോൾഡ് ആയിട്ടുള്ള, നല്ല ക്യൂട്ടായിട്ടുള്ള, 2 നേരം ജിമ്മിൽ പോകുന്ന, സിറ്റിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. പറ, ഇതിലും നല്ലൊരു പെൺകുട്ടീനെ ഒരു നടന് കിട്ടുമോ? കണ്ണന് തുല്യം, കണ്ണൻ മാത്രം. പവി, ഒന്നിങ്ങോട്ട് വാ. എന്താ പാറു? നിനക്ക് ഒരാഴ്ചയല്ലേ ലീവ് ഉള്ളൂ? എന്തേ? നീ ഇന്ന് തന്നെ മുത്തശ്ശിയുടെ അങ്ങോട്ടൊന്ന് പോണം. ഇതെന്താ പാറു ഇങ്ങനെ? മിനിമം 2 ആഴ്ചയെങ്കിലും പവിത്രനെ ഇവിടെ നിർത്തണം എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ എന്താ ഇങ്ങനെ? അത് മുത്തശ്ശിക്ക് സുഖമില്ല, സഹായത്തിന് അവിടെ ആരുമില്ല. പോരാത്തതിന് ഇവളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണുണ്ട്. അതിന് ചേച്ചി ഇന്ന് തന്നെ പോണോ? നീ 4 ദിവസം കഴിഞ്ഞ് പോവാൻ നിന്നല്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോഴും നീ പോയില്ലല്ലോ, അപ്പൊ ഇന്ന് തന്നെ പോണം. ഇവിടെ ഒന്ന് ശരിക്കൊന്ന് എൻജോയ് ചെയ്യാനും പറ്റിയില്ല. നാളെ പോയാ പോരെ? പറ്റില്ല, അവിടെ മുത്തശ്ശി നിന്നെ കാണാതെ വാശി പിടിച്ചോണ്ടിരിക്കുക. എന്നാ ആനന്ദേട്ടന്റെ കൂടെ പോട്ടെ. എന്തിനാ ആനന്ദ്? അവനോട് കുറെ പണിയുണ്ട്. റോജൻ അറിഞ്ഞാ പിന്നെ അത് മതി. ആനന്ദേട്ട ഇപ്പൊ എന്താ ചെയ്യാ? മുത്തശ്ശിയുടെ കാര്യല്ലേ, പവി പോയിക്കോളും. വെക്കേഷൻ ഇനിയുണ്ടാവും. പക്ഷെ മുത്തശ്ശി അല്ല, മുത്തശ്ശിയും ഇനി ഉണ്ടാവും പറയാൻ പോവായിരുന്നു.
ടോണി എവിടെ പോയി? അവൻ ഓഫീസിലേക്ക് പോയതാ. ഇന്നിനി ഇങ്ങോട്ട് വരില്ലേ? വരില്ല എന്നാ പറഞ്ഞേ. ചിഞ്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അനുവിന്റെ കാര്യ ഞാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ നല്ല ക്ലോസ് റിലേഷനില്ല. അതാ പ്രശ്നം. എനിക്കറിയാം, അനു ഇല്ലെങ്കിൽ ടോണി ചിലപ്പോ എന്നെ സ്നേഹിച്ചേനെ. അപ്പൊ ടോണിമോ ഇല്ലെങ്കിൽ ചിഞ്ചു ആരെ സ്നേഹിക്കും? അതെനിക്കറിയില്ല. അനുവിന്റെ കാര്യത്തിൽ നീ വല്ല പ്രതീക്ഷ? എന്തായാലും ഞാൻ ശ്രമിക്കാം. നമ്മുടെ കൂടെ ഇപ്പൊ ഒരാൾ കൂടി ഉണ്ട്. അതാരാ? പാർച്ചേച്ചി. പാർച്ചേച്ചി കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞോണ്ടാ എന്റെ ഡ്രസ്സിങ്ങും കൊഞ്ചലും സംസാരവും ഒക്കെ മാറ്റിയത്. ടോണിയെ കിട്ടാൻ ഇനിയും കുറെ ടിപ്സ് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോ ഹെൽത്ത് ടിപ്സ് ഒക്കെ നിർത്തി ഇതായ പണി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്നാ ചിഞ്ചു ആദ്യം പറ. എന്റെ ലവറായിട്ട് അഭിനയിക്കാൻ പറ്റുമോ നീരജ്? എന്താ പറഞ്ഞേ? എന്റെ ലവറായിട്ട് അഭിനയിക്കാൻ പറ്റുമോന്ന്. ഇതും പാർച്ചേച്ചി പറഞ്ഞെന്ന ടിപ്പാ. ടോണിയുടെ മുന്നില് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കാണിക്കാനും ഇടയ്ക്ക് ഫോണൊക്കെ ചെയ്യാനും. അതിനു വേണ്ടി എനിക്കിത് പറയാൻ നീരജ് മാത്രമേ ഉള്ളൂ. പ്ലീസ് നീരജ്, പ്ലീസ്.